നമസ്കാരം. ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയാണ് ഏതൊരു താരത്തിൻ്റെയും ലക്ഷ്യം. പ്രകടന മികവുണ്ടായിട്ടും അതിന് കഴിയാത്ത കേരളത്തിൻ്റെ താരമാണ് അനന്ത പത്മനാഭൻ. അതിനുശേഷം കേരളത്തിൻ്റെ ഗസ്റ്റായി കളിക്കുന്ന മധ്യപ്രദേശുകാരൻ ജലജ് സക്സേനയും മലയാളിയുടെ നൊമ്പര ക്രിക്കറ്ററാകുന്നു. 38-ാം വയസ്സിലും ദേശീയതലത്തിലെ മികച്ച സ്പിന്നറാണ് സക്സേന. കേരളത്തെ വീണ്ടും ക്വാർട്ടർ ഫൈനലിലെത്തിച്ച പ്രതിഭ. അപേക്ഷ ഇപ്പോഴും ഇന്ത്യൻ ടീമിലേക്ക് BCCI ദൈവങ്ങൾ സക്സേനയ്ക്കായി വഴിയൊരുക്കുന്നില്ല. പ്രകടന മികവാണ് മാനദണ്ഡമെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ വാതിലുകൾ ഈ താരത്തിന് മുന്നിൽ തുറക്കേണ്ടതാണ്. പക്ഷേ ആരും അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. ഗോഡ്ഫാദർമാരില്ലെങ്കിൽ പ്രകടന മികവ് കൊണ്ടും ഇന്ത്യക്കായി കളിക്കാൻ കഴിയില്ല എന്നതിന് തെളിവാണ് ജലജ് സക്സേനയുടെ അവസ്ഥ. 2017 കേരളം രഞ്ജി ട്രോഫിയുടെ ക്വാർട്ടറിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത്. 96-97 സീസണിലും സൂപ്പർ ലീഗിലും 95-96 സീസണിലെ പ്രീ ക്വാർട്ടർ പ്രവേശനവുമായിരുന്നു അതിനു മുമ്പ് കേരളത്തിൻ്റെ മികച്ച പ്രകടനം. 2018-2019 കേരളം ക്വാർട്ടറിലെത്തി. അതിനുശേഷം വീണ്ടും ക്വാർട്ടറിലെത്തുകയാണ് കേരളം ഇത്തവണ. ഇതിൽ ശ്രദ്ധേയമാകുന്നത് ജലജ് സക്സേന എന്ന താരത്തിൻ്റെ പ്രകടനമാണ്. കേരളത്തിന് സക്സേന കളിക്കാനെത്തിയ ആദ്യ സീസണിലും കേരളത്തിന് രഞ്ജി ക്വാർട്ടർ പ്രവേശനം സാധ്യമായിരുന്നു. പിന്നീട് 3-ാം തവണ കേരളം ക്വാർട്ടറിലേക്ക് എത്തുന്നു. അപ്പോഴും താരം സക്സേന തന്നെ. ബീഹാറിനെതിരായ തകർപ്പൻ പ്രകടനത്തോടെ രഞ്ജി ട്രോഫിയിൽ പുതിയ റെക്കോർഡിട്ട് കേരളത്തിൻ്റെ ജലജ് സക്സേന രഞ്ജി ട്രോഫിയിലെ ഇതിഹാസ തുല്യനാകുകയാണ്. ആദ്യ ഇന്നിംഗ്സ് ബാറ്റ് ചെയ്യാനിറങ്ങിയ ബീഹാറിനെതിരെ 5 വിക്കറ്റുകളാണ് സക്സേന വീഴ്ത്തിയത്. 7.1 ഓവറുകൾ പന്തെറിഞ്ഞ ജലജ് സക്സേന 19 റൺസ് മാത്രം വഴങ്ങി 5 വിക്കറ്റ് നേട്ടത്തിലെത്തി. രണ്ടാം ഇന്നിംഗ്സിലും 5 വിക്കറ്റ്. രഞ്ജി ട്രോഫിയിൽ താരത്തിൻ്റെ 31ാമത് 5 വിക്കറ്റ് പ്രകടനമായിരുന്നു ആദ്യ ഇന്നിംഗ്സിലേത്. അപ്പോഴാണ് റെക്കോർഡ് കിട്ടിയത്. രണ്ടാം ഇന്നിംഗ്സിലും 5 വിക്കറ്റ് നേടി സക്സേന റെക്കോർഡ് ബുക്കിലെ നേട്ടം കൂട്ടി. ബീഹാറിനെതിരായ പ്രകടനത്തോടെ കൂടുതൽ ടീമുകൾക്കെതിരെ 5 വിക്കറ്റ് നേടുന്ന താരമെന്ന റെക്കോർഡ് സക്സേനയുടെ പേരിലായി. ജലജ് സക്സേന 5 വിക്കറ്റ് വീഴ്ത്തുന്ന 19ാമത്തെ ടീമാണ് ബീഹാർ. മുൻ ഇന്ത്യൻ പേസർ പങ്കജ് സിംഗിൻ്റെ റെക്കോർഡാണ് 38-കാരനായ സക്സേന മറികടന്നത്. രഞ്ജിയിൽ 421 വിക്കറ്റുകൾ ആകെ വീഴ്ത്തിയിട്ടുള്ള താരം വിക്കറ്റ് വേട്ടയിൽ ആദ്യ 10-ലുണ്ട്. നിലവിലെ സീസണിനിടെ 6000 റൺസും 400 വിക്കറ്റുകളുമെന്ന നേട്ടത്തിലേക്കും സക്സേന എത്തിയിരുന്നു. കേരളത്തിൽ എത്തും മുൻപ് മധ്യപ്രദേശിനായി തിളങ്ങിയ താരം 159 വിക്കറ്റുകളും 4041 റൺസും സ്വന്തമാക്കിയിട്ടുണ്ട്. 38-കാരനായ സക്സേനയ്ക്ക് ഇതുവരെ ദേശീയ ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല. രഞ്ജി ട്രോഫിയിൽ കൂടുതൽ ടീമുകൾക്കെതിരെ 5 വിക്കറ്റ് വീഴ്ത്തിയ താരങ്ങളുടെ പട്ടികയിലുള്ള സർവാധയും നിലവിൽ കേരളത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്. കേരളത്തിന് വേണ്ടി കളിച്ച 9 സീസണും മോശമാക്കിയില്ല സക്സേന. അങ്ങനെ 38-ാം വയസ്സിലും കേരളത്തെ ക്വാർട്ടറിൽ എത്തിക്കുകയാണ് ഈ പ്രതിഭ. വിക്കറ്റ് വീഴ്ത്തിയും ആവശ്യമുള്ളപ്പോഴെല്ലാം റൺസ് എടുത്തും ക്ലാസ് കാട്ടുന്ന മാസ്റ്റർ താരം. രഞ്ജി ട്രോഫിയിൽ കൂടുതൽ ടീമുകൾക്കെതിരെ 5 വിക്കറ്റ് വീഴ്ത്തിയ താരങ്ങൾ ഇവരൊക്കെയാണ്: ജലജ് സക്സേന, പങ്കജ് സിംഗ്, സുനിൽ ജോഷി, R വിനയകുമാർ, ഷഹബാസ് നദീം, ആദിത്യ സർവാതെ എന്നിവരാണ്. മധ്യപ്രദേശ് ക്രിക്കറ്റിൽ 2005 ജലജിൻ്റെ കരിയർ ആരംഭിക്കുന്നത്. രഞ്ജി ട്രോഫി ചരിത്രത്തിൽ 400 വിക്കറ്റ് തികയ്ക്കുന്ന 13ാമത്തെ ബൗളറാണ് സക്സേന. രഞ്ജി ട്രോഫിയിലെ വിക്കറ്റ് വേട്ടക്കാരുടെ നിരയിൽ നിലവിൽ 10ാം സ്ഥാനത്താണ് സക്സേന. മുൻ ഇന്ത്യൻ ടീം സ്പിന്നർ ബിഷൻ സിംഗ് ബേദിയെ പിന്തള്ളിയാണ് ജലജ് 10ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. അതേസമയം മത്സരത്തിന് മുമ്പ് 6 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റാണ് കേരളത്തിനുണ്ടായിരുന്നത്. ബീഹാറിനെതിരെ ഇന്നിംഗ്സ് ജയം നേടിയതോടെ കേരളത്തിന് 28 പോയിന്റായി. കർണാടകയ്ക്കെതിരായ മത്സരത്തിൽ ഹരിയാന തോറ്റാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ കേരളത്തിന് ക്വാർട്ടറിലെത്താം. ഹരിയാന, കർണാടക, ബംഗാൾ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങി ആഭ്യന്തര ക്രിക്കറ്റിലെ വമ്പന്മാർ ഉൾപ്പെടുന്ന എലൈറ്റ് ഗ്രൂപ്പ് സിയിൽ നിന്നാണ് കേരളം തകർപ്പൻ പ്രകടനവുമായി ക്വാർട്ടറിൽ കടന്നത്. ഈ വിജയത്തോടെ കേരളം ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തെത്തി.